ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ എന്ന ഈശോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് യേശുവിന്റെ പക്കലേക്ക് കടന്നു വന്ന ബർത്തിമേയുസിന് സൗഖ്യം കിട്ടി. അയാൾക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്ന കാഴ്ചയാണ് ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. അത് തിരികെ തരാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള അടിയുറച്ച ബോധ്യവും വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമതായി, ഈശോ ദാവീദിന്റെ പുത്രനാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. കാഴ്ചയില്ലാതിരുന്നിട്ടും കാഴ്ചയുണ്ടായിരുന്ന പ്രീശരും നിയമിച്ചരും പരിസയർക്കൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം. മൂന്നാമതായി, ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഈശോ പ്രാർത്ഥന ഉച്ചത്തിലാ ചൊല്ലിയെ. ജനങ്ങൾ നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. ജനങ്ങളെ അവഗണിച്ചു. ഈശോയുടെ മുമ്പിലെത്തുമ്പോൾ വേറൊന്നും നോക്കുന്നില്ല, എന്തും എപ്പോഴും വിളിച്ചു പറയാം. നാലാമതായി, പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് ഈ ലോകത്തോടുള്ള ബന്ധം പരിപൂർണമായിട്ടും വിച്ഛേദിച്ചിട്ടാണ് യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വന്നത്. യേശുവിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കാതെ പറ്റില്ല. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.